ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ക്യൂ യൂസിങ് അറേ. ലാസ്റ്റ് നമ്മുടെ ടോപ്പിക് ആയിരുന്നത് സ്റ്റാക്ക് യൂസിങ് അറേ ആയിരുന്നു. നെക്സ്റ്റ് ഡാറ്റ സ്ട്രക്ചറാണ് ക്യൂ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ പ്രോഗ്രാമാണ് ക്യൂ യൂസിങ് അറേ എന്ന് പറയുന്നത്. ഇനി ഈ ക്യൂ എന്താ, നമ്മൾ പ്രോഗ്രാമിൽ പോകുന്നതിന് മുന്നേ ഇതിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാം. ക്യൂ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റിയൽ ലൈഫിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫിലിംസ് നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു കൗണ്ടർ ഉണ്ടാവും. അവിടെ ആളുകൾ ക്യൂ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. കോളേജിൽ അല്ലെങ്കിൽ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ കുട്ടികളെ ക്യൂ ആയിട്ട് നിർത്തുന്നുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ക്യൂ യൂസ് ചെയ്യുന്നത്? ക്യൂ യൂസ് ചെയ്യുന്നത് നമുക്ക് എല്ലാ കുട്ടികളും ഉണ്ടെങ്കിൽ ആർക്കാർക്ക് നമ്മൾ ഫസ്റ്റ് കൊടുക്കണം. ഒരു ഫിലിമിന് എല്ലാവരും വന്നു കഴിഞ്ഞാൽ ആർക്ക് നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് കൊടുക്കണം? ഫസ്റ്റ് ടിക്കറ്റ് കൊടുക്കുക ആരാ? ക്യൂവിൽ ഫസ്റ്റ് നിൽക്കുന്ന ആളുകൾക്കാണ് നമ്മൾ ടിക്കറ്റ് കൊടുക്കുക. അങ്ങനത്തെ ഒരു ലീനിയർ അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യൂ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ ക്യൂ യൂസ് ചെയ്യുന്നത് ലീനിയർ ഡാറ്റ സ്ട്രക്ചറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സ്റ്റാക്ക് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, സ്റ്റാക്ക് എന്ന് പറയുന്നത് ലിഫോ മാനറിലാണ് വർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് കം ഫസ്റ്റ് ഔട്ട്. ഇവിടെ നമ്മൾ ഫിഫോ മാനറിലാണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട്. ആരാണ് ഫസ്റ്റ് വന്നത് അയാൾ നമ്മൾ ആദ്യം ഔട്ടാക്കുക. ഇതാണ് ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് 2 വേരിയബിൾസ് ആണുള്ളത്, റെയർ ആൻഡ് ഫ്രണ്ട്. ഫ്രണ്ട് എന്ന് പറയുന്നത് ക്യൂവിൻ്റെ ഫസ്റ്റത്തെ വേരിയബിൾ. ഇപ്പോൾ ഒരു ഫിലിം കാണാൻ വരുന്നാൽ ആദ്യം വന്നിട്ട് ക്യൂവിൽ നിൽക്കുന്ന ആളെ പറയുന്ന പേരാണ് ഫ്രണ്ട്. ലാസ്റ്റ് വന്ന് ക്യൂവിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുന്ന ആളുടെ പറയുന്ന പേരാണ് റെയർ. ഓക്കെ, നമുക്കറിയാം ഇൻസേർഷൻ നടക്കുന്നത് എപ്പോഴും റെയറിൻ്റെ മേലേക്ക്, അതായത് ലാസ്റ്റ് വന്ന ആളുകളുടെ മേലേക്കാണ് എന്തുണ്ടാവുക, ഒരു ക്യൂ ഇൻസേർട്ടഡ് ആകുന്നത്. എന്നാൽ ഡിലീറ്റഡ് ആകുന്നത് ഫസ്റ്റ് വന്ന ആളുകളിൽ നിന്ന്, അതായത് ഫ്രണ്ടിൽ നിന്നാണ് എപ്പോഴും ഡിലീഷൻ പോസിബിൾ ആകുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്യൂ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. ഇതിന് 2 വേരിയബിൾസ് ആണുള്ളത്, ഫ്രണ്ടും റെയറും. ഫ്രണ്ട് എന്ന് പറയുന്നത് ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഫസ്റ്റ് വേരിയബിളും, റെയർ എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ് എലമെൻറ്റിനെയാണ് നമ്മൾ റെയർ എന്ന് പറയുന്നത്. ഇൻസേർഷൻ നടക്കുന്നത് റെയറിൻ്റെ എൻഡിലായിരിക്കും, ഡിലീഷൻ നടക്കുന്നത് ഫ്രണ്ടിൻ്റെ എൻഡിലായിരിക്കും. ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. ഈ പ്രോഗ്രാമിൽ നമ്മൾ 2 ഹെഡർ ഫയൽസാണ് യൂസ് ചെയ്യുന്നത്, stdio.hഉം stdlib.hഉം. ഹാഷിങ്ങിലൂടെ stdio.h യൂസ് ചെയ്യുന്നത് printf, scanf പോലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ടും സ്റ്റാൻഡേർഡ് ലൈബ്രറി ക്ലാസ് യൂസ് ചെയ്യുന്നത് എക്സിറ്റ് ഫംഗ്ഷന് വേണ്ടിയിട്ടുമാണ്. പിന്നെ നമ്മൾ 50 ആയിട്ട് കൊടുക്കുന്നുണ്ട്. മാക്സ് എന്ന് പറയുന്ന ഒരു ക്യൂവിൻ്റെ മാക്സിമം എത്ര വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാം എന്ന് പറയുന്നതാണ് 50 എന്ന് പറയുന്നത്. പിന്നെ void enq, void dq, void display എന്ന് പറയുന്ന 3 ഫംഗ്ഷൻ നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മളൊരു ഇൻറ്റ് ക്യൂ ഓഫ് മാക്സ്, നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്യാണ്. ഇൻറ്റ് ക്യൂ ഇവിടെ അറേ യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്. സോ നമ്മളിവിടെ ഇൻറ്റ് ക്യൂ ഓഫ് മാക്സ് നമ്മൾ യൂസ് ചെയ്തു. നെക്സ്റ്റ് ഇൻറ്റ് റെയർ ഈക്വൽ ടു -1, ഇൻറ്റ് ഫ്രണ്ട് ഈസ് ഈക്വൽ ടു -1. 2 വേരിയബിൾസിനെ നമ്മൾ എന്താക്കി മാറ്റി, -1 അസൈൻ ചെയ്ത് വെച്ചു. ഫസ്റ്റ് മെയിൻ മെത്തേഡാണ് തുടങ്ങുന്നത്. മെയിൻ മെത്തേഡിൽ ഞാൻ എന്ത് പറയുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റ് ചോയ്സ് ഏത് വേണം എന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഇൻസേർഷൻ വേണോ, ഡിലീഷൻ വേണോ, ഡിസ്പ്ലേ വേണോ, ക്വിറ്റ് വേണോ, ഇങ്ങനെ 4 ടൈപ്പ് ചോയ്സസ് ആണ് നമുക്കുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്വിച്ച് ചോയ്സ്, അതായത് ഈ സ്വിച്ച് എന്ന് പറയുന്ന കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ 4 ചോയ്സ് ഇട്ട് കൊടുക്കുകയാണ്. കേസ് 1 ആണെങ്കിൽ NQ, നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. ഇവിടെ മെയിനായിട്ട് 3 ഓപ്പറേഷൻസ് ആണ് ക്യൂവിനുള്ളത്, NQ, DQ, ഡിസ്പ്ലേ. NQ എന്ന് പറയുന്നത് ഇൻസേർഷൻ, DQ എന്ന് പറയുന്നത് ഡിലീഷൻ, ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂസിനെ കാണിക്കുക, നമ്മുടെ ക്യൂവിലുള്ള വാല്യൂസിനെ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനാണ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഫോർത്ത് നമ്മൾ എക്സിറ്റ് ഓഫ് 0. നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യാം. ഡീഫോൾട്ടായിട്ട് ഈ 4 കേസ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു കീ പ്രസ്സായി കഴിഞ്ഞാൽ അത് റോങ് ചോയ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തു, 3 പാരാന്തസിസ് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റത്തെ മെത്തേഡായിട്ടുള്ള void enq, ദാറ്റ് മീൻസ് ഇൻസേർഷൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ ഇൻറ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇൻസേർഷൻ ആണല്ലോ. അപ്പോൾ റെയറിൻ്റെ ബാക്കിലോട്ട് വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യേണ്ടതിന് ആ ഐറ്റം നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ടൊരു വേരിയബിൾ വേണം. ആ വേരിയബിളാണ് ഐറ്റം എന്ന് പറയുന്ന വേരിയബിൾ. ആ വേരിയബിൾ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എന്ത് നോക്കുകയാണ്, ഇഫ് റെയർ ഈക്വൽ ടു മാക്സ് -1. എന്തുകൊണ്ടാണ് ഇവിടെ മാക്സ് -1 വന്നതെന്ന് ഇപ്പോൾ പറയാം കേട്ടോ. റെയർ എന്ന് പറയുന്നത് എന്താണ്,
എലമെൻറ്റ്, ലാസ്റ്റ് എലമെൻറ്റിനെയാണ് നമ്മൾ റെയർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ലാസ്റ്റത്തെ എലമെൻറ്റ് ക്യൂവിൻ്റെ ലാസ്റ്റ് ആണെങ്കിൽ, ഇതാണ് നമ്മുടെ ക്യൂവെങ്കിൽ 1 2 ഇത് ഫില്ലാണ്, ഇത് ഫില്ലാണ്, ഇത് ഫില്ലാണ്. അപ്പോൾ 3 എലമെൻറ്റ് ഫില്ലാണ്. ഇതിൽ ടോട്ടൽ 5 എലമെൻറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ക്യൂ ആണെന്ന് വിചാരിക്കുക. ഈ 5 എലമെൻറ്റ് ഫില്ലായി കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എന്ത് പറയും? ഓവർഫ്ലോ കണ്ടീഷൻ എന്ന് പറയും. ഇവിടെ അതാണ് നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്നത്. റെയർ ഈക്വൽ ടു മാക്സ് -1 ആണോ എന്ന് ചെക്ക് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു? ക്യൂ ഓവർഫ്ലോ ആണെന്ന് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയും മാക്സ് ഈക്വൽ ടു 50 ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അറേ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 വെച്ചിട്ടാണ്. എല്ലാവർക്കും അറിയാലോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അറേ ഇൻഡെക്സ് സ്റ്റാർട്ടിങ് വിത്ത് 0 ആണ്. മാക്സ് ഈക്വൽ ടു 0 ആണ്, 50 ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 0 തൊട്ട് 50 വരെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49, അതായത് 49 എലമെൻറ്റ്സ് ആണ് നമുക്ക് സ്റ്റോർ. ലാസ്റ്റത്തെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 49 ആയിരിക്കും. എന്നാൽ 0th ഇൻഡെക്സ് തൊട്ട് 49th ഇൻഡെക്സ് വരെ 50 ഇൻഡെക്സ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ 49 എന്ന് പറയുന്ന ഇൻഡെക്സിൻ്റെ എലമെൻറ്റ് വാല്യൂ ആണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? മാക്സ് -1 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റിക്കരുതാരും. ബിക്കോസ് റെയർ ഈക്വൽ ടു 49 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആണെങ്കിൽ അതെന്താണ്? അത് ഓവർഫ്ലോ ആണ്. ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ക്യൂ എങ്കിൽ 0th പൊസിഷൻ ഫില്ലായി, ഫസ്റ്റ് പൊസിഷൻ ഫില്ലായി, സെക്കൻഡ് പൊസിഷൻ, തേർഡ്, ഫോർത്ത് പൊസിഷനാണിത്. എന്നാൽ ഇതിൽ ടോട്ടൽ എത്ര എലമെൻ്റ് ഉണ്ട്? 5 എലമെൻ്റ് ഉണ്ട്. ഈ 5 എന്ന് പറയുന്നതാണ് മാക്സ് ഈക്വൽ ടു 50. മാക്സ് -1 4. അതായത് ലാസ്റ്റത്തെ എലമെൻ്റ് എത്രാമത്തെ പൊസിഷനിലായിരിക്കും ഉണ്ടായിരിക്കുക? 4ാമത്തെ പൊസിഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് നമ്മളോട് മാക്സ് -1 വയ്ക്കാൻ കാരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? പ്രിൻ്റ് ഓഫ് ക്യൂ ഇസ് ഓവർഫ്ലോ. ക്യൂ ഓവർഫ്ലോ ആണെന്ന് നമ്മൾ റൈറ്റ് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ എന്ത് നോക്കുകയാണ്? ഫ്രണ്ട് ഈക്വൽ ടു -1. ഫ്രണ്ട് ഈക്വൽ ടു -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0th എലമെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുകയാണ്? അവിടെ ഒരു ക്യൂ ഇല്ല. ഫ്രണ്ട് ഈക്വൽ ടു -1 എന്ന് വെച്ചാൽ ഇല്യൂഷൻ കണ്ടീഷനാണ്. അവിടെ ഒന്നും തന്നെ ഇല്ല. -1 ഇല്ലല്ലോ, ഒരു പൊസിഷൻ ഇല്ലല്ലോ. അപ്പോൾ ഫ്രണ്ട് ഈക്വൽ ടു 0 ആക്കി സെറ്റ് ചെയ്തു. അങ്ങനെ ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0 ആക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ഓഫ് ഇൻസേർട്ട് ദ എലമെൻറ്റ് ഇൻ ക്യൂ. ഞങ്ങൾക്ക് വേണ്ട ഇൻസേർട്ട് ചെയ്യേണ്ട എലമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ആ എലമെൻറ്റ് നമ്മൾ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു. നെക്സ്റ്റ് നമ്മൾ ആ ഐറ്റത്തിന് സ്കാൻ ചെയ്തെടുത്തു. അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റെയർ എന്തായിരിക്കും ഉണ്ടാവും? ഇപ്പോൾ റെയർ എന്ന് പറയുന്നത് ഇൻസേർട്ട് ചെയ്ത എലമെൻ്റ് ആയിരിക്കും. ഇപ്പോൾ റെയർ ഈക്വൽ ടു -1 ആയിരുന്നു, ഫ്രണ്ട് ഈസ് ഈക്വൽ ടു -1 ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0 നമ്മളിവിടെ ആക്കിയിട്ടുണ്ട്. ഇപ്പോഴും റെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. എന്നാൽ ഒരു വാല്യൂ വന്ന് ഇൻസേർട്ടഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെയറിൻ്റെ വാല്യൂ എന്തായി? ചേഞ്ചായി. റെയർ ഈക്വൽ ടു റെയർ +1, ദാറ്റ് മീൻസ് -1 ++1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിട്ട് മാറി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ റെയറിലോട്ട്, ഇപ്പോൾ ഇൻസേർട്ടഡ് ആയിട്ടുള്ള ആ റെയറിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിലോട്ട് ഇൻസേർട്ട് ചെയ്തത് ലോജിക്കലി ഇൻകറക്റ്റാണ്. ചെയ്യുന്നത് കൊണ്ട് കറക്റ്റ്, നമ്മളിപ്പോൾ ഫ്രണ്ടിലേക്ക് വാല്യൂ വെച്ചാലും പ്രശ്നമില്ല. പക്ഷേ എന്താണ്? ആ ഫ്രണ്ടിലേക്ക് വാല്യൂ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെയർ ഇൻക്രിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ കോൺസെപ്റ്റ് റെയർ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് വരണം എന്നാണ്. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഫംഗ്ഷനിലോട്ട് നമുക്ക് പോവാം. ഇവിടെ നമ്മൾ ഡിലീഷനാണ് പറയുന്നത്. ഈ ഡിലീഷൻ്റെ അവിടെ എന്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ? നമുക്ക് അണ്ടർഫ്ലോ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ 2 രീതിയിൽ നമുക്ക് അണ്ടർഫ്ലോ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഫ്രണ്ട് ഈക്വൽ ടു -1, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു -1 എന്ന് പറയുന്നത് ഒരു ഇല്യൂഷൻ, ഒരു വെർച്വൽ കണ്ടീഷൻ. അവിടെ അങ്ങനത്തെ ഒരു ക്യൂ ഇല്ല. അങ്ങനത്തെ ക്യൂ ഇല്ലെങ്കിൽ അത് അണ്ടർഫ്ലോ ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റെയർ എന്നാണെങ്കിൽ, അതായത് റെയർ എപ്പോഴും എന്താണ്? മാക്സിമം എലമെൻ്റാണ്. റെയർ എപ്പോഴും മാക്സിമം എലമെൻ്റാണ്. ഇതിനെയാണ് നമ്മൾ റെയർ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് 0യും റെയർ 2ഉമാണ് ഇവിടെ കിടക്കുന്നത്. ഫ്രണ്ട് 0യും റെയർ 2ഉമാണ് ഇവിടെ കിടക്കുന്നത്. എന്നാൽ ഈ റെയർ ഈസ് ഈക്വൽ ടു 0, ഫ്രണ്ട് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എന്താ? ഇതും ഒരു അൺകണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതൊരിക്കലും നടക്കാത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. ഇങ്ങനെ വന്നാലും ഇതിനർത്ഥം എന്താണ്?
അവിടെ എലമെൻറ്റ് ഇല്ല എന്നാണ് അർത്ഥം. കാരണം ഫ്രണ്ട് ഒന്ന് ഇൻക്രിമെൻ്റ് ആയി കഴിയുമ്പോൾ ഫ്രണ്ടിനേക്കാൾ കൂടുതൽ റയർ വരുന്നതുകൊണ്ടേയിരിക്കും. ആ റയർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഫ്രണ്ടിനേക്കാൾ വലുതായിരിക്കും റയർ. എപ്പോഴും ഫ്രണ്ട് ഈക്വൽ ടു റയർ എന്ന് പറയുന്നത് എലമെൻ്റ് ഒന്നും ഇല്ലാത്തൊരവസ്ഥേനെയാണ്. അപ്പോൾ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റയർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്യൂ തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മളെന്ത് പറയുന്നത്, ഈ കണ്ടീഷൻ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ ആ 2 കണ്ടീഷനും ഇതിലേതെങ്കിലും ഒന്ന് മതി. അതുകൊണ്ടാണ് നമ്മളവിടെ ഓർ ഉപയോഗിക്കാൻ കാരണം. ഫ്രണ്ട് ഈക്വൽ ടു -1 ഓർ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റയർ ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറഞ്ഞു, ക്യൂ അണ്ടർഫ്ലോ ആണെന്ന് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു, റിട്ടേൺ ചെയ്യിപ്പിച്ചു. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫ്രണ്ടിൽ റയറിലല്ല ഫ്രണ്ടിൽ നമ്മളിപ്പോൾ ഫ്രണ്ടിലെ എലമെൻറ്റിന് ഇതാണല്ലോ ഫ്രണ്ടിലെ എലമെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ എന്ത് ചെയ്തു, ഫ്രണ്ടിലെ എലമെൻറ്റിനെ പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ട് ഈ ഫ്രണ്ടിനെ എന്ത് ചെയ്തു, കളയുക. ഇത് കളയാന്ന് വെച്ചാൽ എന്താ, ഇതിനെ ഫ്രണ്ടാക്കി വെക്കുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്താവും, അവിടെ നിന്ന് പോയിക്കോളും. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഫ്രണ്ട് എപ്പോഴും എന്താണ്, ഫസ്റ്റ് എലമെൻ്റാണ്. അപ്പോൾ അതെന്തായി, ഡിലീറ്റഡ് ആയിപ്പോയി. ഇതാണ് DQ ഓപ്പറേഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഫംഗ്ഷനിലോട്ട് പോവാം. ഇത് ജസ്റ്റ് ഡിസ്പ്ലേ ഫംഗ്ഷനാണ്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോക്കേണ്ടത് ഒരു ഇൻറ്റ് ഐ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഐട്രേഷൻ ലൂപ്പിലോട്ട് പോകണമല്ലോ. സോ ഐ നമ്മൾ ഡിക്ലെയർ ചെയ്തു. നെക്സ്റ്റ് എന്ത് വേണം, ഫ്രണ്ട് ഈക്വൽ ടു -1 ആണോ നോക്കി. -1 ആണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് എംറ്റി. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ആ ക്യൂ കാണിച്ചാൽ പോരെ, അല്ലെങ്കിൽ വെറുതെ അത് ട്രാവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. അത് എംറ്റി ആണെങ്കിൽ നമുക്കത് അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാം. അല്ലെങ്കിൽ എംറ്റി അല്ല വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് ക്യൂ ഈസ് എന്ന് പറഞ്ഞ് നമ്മുടെ അവിടെ പ്രിൻ്റ് ചെയ്യിപ്പിച്ചു, ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. എന്നിട്ട് ഫോറിൽ ഐ ഈക്വൽ ടു ഫ്രണ്ട് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റയർ, അതായത് 0 തൊട്ടിട്ട് മാക്സിമം വാല്യൂ വരെ ലാസ്റ്റത്തെ വാല്യൂ വരെ നമ്മളത് ട്രാവേഴ്സ് ചെയ്യണം. പ്രിൻ്റ് ഓഫ് %d Q(i), ആ Q(i)നെ പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. I++ അതിന് എന്ത് ചെയ്യണം, ഓരോന്ന് അപ്പോൾ Q(0) വരും, Q(1) വരും, Q(2) വരും. അങ്ങനെ മാക്സിമം റയർ 5 ആണെങ്കിൽ 5 വരെ നമ്മൾ എന്ത് ചെയ്യും, ഈ ലൂപ്പ് ഐട്രേറ്റ് ചെയ്തിട്ട് അതിലത്തെ വാല്യൂസിനെല്ലാം പ്രിൻ്റ് ചെയ്യിപ്പിക്കും. എല്ലാവർക്കും ഇന്നത്തെ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പറഞ്ഞത് ക്യൂവിനെ കുറിച്ചിട്ടാണ്. ക്യൂ യൂസിങ് അറേ, ഇതിൽ 2 വേരിയബിൾസാണുള്ളത്, റയറും ഫ്രണ്ടും. 3 ഓപ്പറേഷൻസാണുള്ളത്, NQ, DQ, ഡിസ്പ്ലേ. താങ്ക് യു. പ്രോഗ്രാം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈം പെട്ടെന്ന് പോവാതിരിക്കാനായിട്ട് ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോഗ്രാം ഈസ് ഓൺലൈൻ കമ്പൈലറിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഐക്കൺ. ഈ ഐക്കണിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് റൺ ചെയ്യിപ്പിച്ചു. റൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഔട്ട്പുട്ടിൽ നമ്മളെന്ത് പറഞ്ഞു, ആദ്യം ഇൻസേർട്ട് എലമെൻറ്റ് ടു ക്യൂ, ഡിലീറ്റ് എലമെൻറ്റ് ടു ക്യൂ. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഡിലീറ്റ് എലമെൻറ്റ് ഫ്രം ക്യൂ എന്നാണ്, നമുക്കത് ഫ്രം ആക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിവിടെ വെച്ചിട്ട് ചോയ്സിൽ ഡിലീറ്റ് ഫ്രം എന്നാക്കാം. ഓക്കെ, അപ്പോൾ എന്തായി, അപ്പോൾ ഡിലീറ്റ് ഫ്രം ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി. അപ്പോൾ ഇൻസേർട്ട് എലമെൻറ്റ് ടു ക്യൂ, ഡിലീറ്റ് എലമെൻറ്റ് ഫ്രം ക്യൂ, ഡിസ്പ്ലേ ഓൾ എലമെൻറ്റ്സ് ഓഫ് ക്യൂ, ക്വിറ്റ്, അതായത് എക്സിറ്റ് ഓഫ് ഫംഗ്ഷൻ. അപ്പോൾ ഞാൻ ചോയ്സ് 1 കൊടുത്തു. ഇൻസേർട്ട് എലമെൻറ്റ് ക്യൂ ഞാനൊരു 10 കൊടുക്കുകയാണ്. 1 അഗൈൻ കൊടുത്തു. ഞാനിപ്പോൾ 20 കൊടുത്തു. അഗൈൻ ഞാൻ 1 കൊടുത്തു. ഇതൊരു 30 കൊടുക്കുകയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയാണ്. കണ്ടു, ഡിസ്പ്ലേ ചെയ്തു. നെക്സ്റ്റ് ഞാൻ പറയുന്നത് 2 ഡിലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എലമെൻറ്റ് ഡിലീറ്റഡ് ഫ്രം ദി ക്യൂ, ആദ്യത്തെ എലമെൻറ്റ് ഏതാണ്, 10 ആണ്. അപ്പോൾ നമുക്കിനി അത് വീണ്ടും ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. ക്യൂ ഈസ് 20, 30. അപ്പോൾ ഞാൻ വീണ്ടും ഡിലീറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ 20 പോവും. അപ്പോൾ 20 പോയി. ഞാൻ വീണ്ടും ഡിസ്പ്ലേ ചെയ്യും, വീണ്ടും ഡിലീറ്റ് ചെയ്യിപ്പിക്കുക. 30 പോയി. ഇനി ഞാനിതിൽ വീണ്ടും ഡിലീറ്റ് ചെയ്യിപ്പിച്ച് എന്തുണ്ടാവും, അണ്ടർഫ്ലോ കണ്ടീഷൻ വരും. പ്രോഗ്രാം ക്വിറ്റ് അടിച്ചു. ഇതിൽ മാക്സിമം 50 കൊടുത്തുകൊണ്ട് 50 എലമെൻറ്റ്സ് എൻ്റർ ചെയ്താൽ മാത്രമാണ് ഇത് ഓവർഫ്ലോ വരുള്ളൂ.
സ്റ്റാക്കിൽ നമ്മൾ മാക്സിന് നമ്മൾ n ഒരു എലമെൻറ്റ് ടോപ്പിന് n ആക്കി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ n അവിടെ വെക്കുമ്പോൾ നമുക്ക് n ഈസ് ഈക്വൽ ടു 10 കൊടുത്തു കഴിഞ്ഞാൽ 10 എലമെൻറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി അത് ഓവർഫ്ലോ കാണിക്കുമായിരുന്നു. ഇവിടെ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് വെച്ചാൽ മാക്സിന് 50 ആയിട്ട് ഡിഫൈൻ ചെയ്തു. അപ്പോൾ ക്യൂവിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 50 ആയിട്ട് മാറി. അപ്പോൾ ഇനി 50 എലമെൻറ്റ് സ്റ്റോർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് 51th എലമെൻറ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോഴാണ് അത് ഓവർഫ്ലോ കാണിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ അത് വരാതിരുന്നത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.